കഞ്ചാവിൻ്റെ ഉപയോഗത്തെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് ഒരു വംശീയ വേട്ടയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ആ ആളുകളെ മാത്രമല്ല ലക്ഷ്യമിടേണ്ടത്, ഇതിൻ്റെ സോഴ്സാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. ആ സോഴ്സിലേക്ക് നമ്മൾ പോകാതിരിക്കുമ്പോഴാണ് ഇതൊരു PR സ്റ്റണ്ടായിട്ട് മാത്രം മാറുക. നോക്കൂ, പക്ഷെ ഒരിക്കലും നമ്മൾ ഈ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് നമ്മൾ ഹെഡ്ലൈൻസ് പഠിക്കില്ല. കാരണം അത് ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്നതാണ് എൻ്റെ പക്ഷം. വേടൻ, നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം. പക്ഷേ നോക്കൂ, ആ 6 ഗ്രാം കഞ്ചാവ് അയാളുടേതുമല്ല, അയാൾ സന്ദർശിച്ച ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തു. 9 പേരാണ് മൊത്തം കൂടി. നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 6 ഗ്രാം ഡിവൈഡഡ് ബൈ 9 എത്രയാണ് എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പറയുന്നത് എന്താ? 1 കിലോഗ്രാം വരെ ആണെങ്കിൽ അതിനെ സ്മോൾ ക്വാണ്ടിറ്റി ആയും പരമാവധി 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്ന ഒരു കേസാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ്. 20 കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് 20 വർഷത്തോളം റിഗറസ് ഇംപ്രിസൺമെന്റിന് പോകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. 3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഖനകുന്നിൽ വെച്ച് വേടൻ്റെ ഒരു വലിയ പ്രോഗ്രാം നടന്നു. വലിയ റാപ്പ് പ്രോഗ്രാമാണ്. ആ റാപ്പ് പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പൊതുവെ രാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറയുന്ന തലമുറ ഈ വേടൻ്റെ പാട്ട് കേൾക്കാൻ വരികയും അതിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ വോയിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വേടൻ തന്നെ വന്ന് പറയുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായും അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അയാളത് സമ്മതിച്ചിട്ടുണ്ടാവാം. അതിന് ഈ പറയുന്ന 6 മാസമോ അതല്ലെങ്കിൽ 10,000 രൂപയോ, ഇനി അയാൾ ഏതെങ്കിലും തരത്തിൽ അഡിക്റ്റ് ആണെങ്കിൽ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലോ പോകേണ്ടതുണ്ട്. പക്ഷേ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് എഴുതിക്കാൻ തക്ക രീതിയിൽ ഒരു PR എക്സസൈസിന് വേണ്ടി ആ കാര്യം വഴിതെറ്റി പോകരുത്. അങ്ങനെ